മമ്മൂട്ടിയെ റോൾ മോഡലായി എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇന്ത്യയിലെ മിക്ക ഭാഷകളിലെയും താരങ്ങൾ മമ്മൂട്ടിയുടെ ഡ്രസ് സെൻസിനെ പിന്തുടരുന്നവരാണ്. അത് പബ്ലിക് ഫംഗ്ഷനുകളിലെ അപ്പിയറൻസിൽ മാത്രമല്ല, സിനിമകളിലെ സ്റ്റൈലുകളിലും മമ്മൂട്ടി ചിത്രങ്ങളാണ് പലർക്കും റെഫറൻസ്. നായകൻ എങ്ങനെയായിരിക്കണം, സ്റ്റാർഡമുള്ള നടൻ്റെ ലുക്ക് എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ളതിന് ഉദാഹരണമായി മിക്കവരും ചൂണ്ടിക്കാട്ടുന്നത് മമ്മൂട്ടിയെ തന്നെയാണ്. സിനിമകളിലെ ലുക്ക് മാറ്റി നിർത്തിയാൽ പൊതുചടങ്ങുകൾക്കെത്തുമ്പോഴും മമ്മൂട്ടി തൻ്റെ ലുക്കിൽ അപ്രതീക്ഷിത സ്റ്റൈലുകൾ കൊണ്ടുവന്ന് ഏവരെയും ഞെട്ടിക്കാറുണ്ട്. പുതിയ പുതിയ സ്റ്റൈലുകൾ പൊതുചടങ്ങുകളിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് പതിവാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ വളരെ സാധാരണക്കാരനായി മുണ്ടും ഷർട്ടും ധരിച്ചു വരുന്ന മെഗാസ്റ്റാറിനെയും നമ്മൾ കാണാറുണ്ട്. മുണ്ടും ഷർട്ടും ധരിച്ചു വന്നാൽ പോലും അതിലും ഒരു യൂണിക് മമ്മൂട്ടി സ്റ്റൈൽ ഉണ്ടാവും. മോഹൻലാൽ പോലും യൂത്തിനൊപ്പം അപ്ഡേറ്റഡായി ജീവിക്കുന്ന മമ്മൂട്ടിയുടെ കഴിവിനെ പ്രശംസിക്കാറുണ്ട്. ഇപ്പോഴിതാ തനിയാവർത്തനം അടക്കമുള്ള സിനിമകളിൽ മമ്മൂട്ടിയുടെ കോസ്റ്റ്യൂം ഡിസൈനറായിരുന്ന നാഗരാജ് മെഗാസ്റ്റാറിനൊപ്പമുള്ള അനുഭവങ്ങൾ മാസ്റ്റർ ബീൻ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പങ്കിട്ടു. വസ്ത്രത്തിൽ ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും മമ്മൂട്ടി ധരിക്കാൻ തയ്യാറാവില്ലെന്ന് നാഗരാജ് പറഞ്ഞു. തനിയാവർത്തനം ചെയ്തപ്പോൾ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വസ്ത്രം എത്തരത്തിലുള്ളതായിരിക്കണമെന്നതും സംബന്ധിച്ചും ലോകിതദാസ് സാർ കൃത്യമായി വിവരണം തന്നിരുന്നു. ഞാനാണ് വസ്ത്രം സെലക്ട് ചെയ്യാറ്. തനി ആവർത്തനത്തിനു വേണ്ടി മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ പോയപ്പോൾ ആർട്ട് ഡയറക്ടർ കൃഷ്ണൻകുട്ടിയും ഒപ്പം വന്നിരുന്നു. അയാൾ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തു. അത് കണ്ടപ്പോഴേ മമ്മൂക്ക അത് ഇടില്ലെന്ന് ഞാൻ കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞിരുന്നു. പക്ഷേ അയാൾ അത് നിരസിച്ചു. അവസാനം ഇതുമായി മമ്മൂക്കയുടെ അടുത്ത് ട്രയലിന് ചെന്നപ്പോൾ അദ്ദേഹം അത് ഇടാൻ കൂട്ടാക്കിയില്ല. ഞാൻ ഈ മെറ്റീരിയൽ ഇടില്ലെന്ന് നിനക്കറിയില്ലേ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. മെറ്റീരിയൽ സെലക്ട് ചെയ്തത് ഞാനല്ല, ആർട്ട് ഡയറക്ടറാണെന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്ക അയാളെ ശകാരിച്ചു. നിനക്ക് നിന്റെ പണി എടുത്താൽ പോരെ എന്നാണ് അദ്ദേഹം ആർട്ട് ഡയറക്ടറോട് ചോദിച്ചത്. വീണ്ടും പുതിയ തുണിയെടുത്ത് ഞാൻ കോസ്റ്റ്യൂം തയ്ച്ചു. മമ്മൂക്കയുടെ കളർ സെൻസ് എന്താണെന്ന് വരെ എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. കുറേ നാൾ ഒപ്പം പ്രവർത്തിച്ചതല്ലേ. സെലക്ഷൻ്റെ കാര്യത്തിലും വെറൈറ്റി നോക്കുന്നതിലും മമ്മൂട്ടി സാറിനെ പോലെ മറ്റൊരാളില്ല. കളർഫുൾ ഡ്രസ് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. കളിക്കളത്തിലും അദ്ദേഹത്തിന് കോസ്റ്റ്യൂം ചെയ്തു. ഷൂട്ടിനിട്ട വസ്ത്രങ്ങൾ മമ്മൂക്ക സ്വന്തമായി എടുക്കാറില്ല. മിക്കതും നിർമ്മാതാവ് കൊണ്ടുപോകും. ചെറിയ പിശക് വസ്ത്രത്തിൽ ഉണ്ടെങ്കിൽ പോലും മമ്മൂട്ടി ഇടില്ല. ഉത്തരം സിനിമയുടെ സെറ്റിൽ ആദ്യം മമ്മൂക്കയ്ക്ക് 3 ഷർട്ട് 2 മുണ്ടൊക്കെയാണ് സംവിധായകൻ നിർദ്ദേശിച്ചത്. ഒരുപാട് സീനുള്ളതിനാൽ 3 ഷർട്ട് മാത്രം മാറി മാറി ധരിക്കാൻ മമ്മൂക്ക തയ്യാറാവില്ലെന്ന് ഞാൻ ആദ്യമേ സംവിധായകനോട് പറഞ്ഞിരുന്നു. അദ്ദേഹം സമ്മതിച്ചില്ല. അവസാനം മമ്മൂക്ക വന്ന് കണ്ടപ്പോൾ സമ്മതിച്ചില്ല. 30 ഷർട്ടും 20 പാൻറ്റും വാങ്ങാൻ മമ്മൂക്ക നിർദ്ദേശിച്ചു. അവസാനം ഞങ്ങൾ അതും ചുരുക്കി 20 എണ്ണമാക്കി. കാരണം നിർമ്മാതാവിൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു എന്നാണ് സിനിമാ അനുഭവം പങ്കിട്ട് നാഗരാജ് പറഞ്ഞത്.